ഇത് വെറുമൊരു വാർത്തയല്ല, നിങ്ങളിത് കാണണം. ഭിന്നശേഷിക്കാരായ ഈ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണ നൽകണം. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കരവിരുതിൽ വിരിയുന്നത് അവരുടെ സ്വപ്നങ്ങൾ മാത്രമല്ല, അവർക്ക് ചെറിയൊരു വരുമാന മാർഗം കൂടിയാണ്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുക എന്നത് മാത്രമാണ്. കളമശ്ശേരി HMT കവലയിൽ നടക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ഉൽപ്പന്ന പ്രദർശനവും വിൽപ്പനയും ശ്രദ്ധേയമാകുകയാണ്. കഴിവുകൾ ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലാണ്. തൻ്റെ കഴിവുകൾ മനസ്സിലാക്കി അതിനെ നന്നായി ഉപയോഗപ്പെടുത്തി ലക്ഷ്യത്തിലെത്തിക്കുമ്പോഴാണ് അത് സമൂഹത്തിലേക്ക് ഒരു മുതൽക്കൂട്ടാവുന്നതും നമ്മൾ വിജയിക്കുന്നതും. അത്തരത്തിൽ ക്രിയാത്മകമായ തങ്ങളുടെ കഴിവുകളെ വികസിപ്പിച്ചെടുത്ത് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമായി ഒരു സ്റ്റാൾ ഒരുക്കിയിരിക്കുകയാണ് ഒരു കൂട്ടം ഭിന്നശേഷി വിദ്യാർത്ഥികൾ. കളമശ്ശേരി LBSൽ പഠനം പൂർത്തിയാക്കിയ ഭിന്നശേഷി വിദ്യാർത്ഥികളാണ് തങ്ങൾ നിർമ്മിച്ച വ്യത്യസ്ത തരം ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഒരുക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇത്തരം നിർമ്മാണ രീതികൾക്ക് പരിശീലനം നൽകുന്നത് ത്രേസ്യ ജോയ് കുരീക്കൽ എന്ന പരിശീലകയാണ്. ഇത് കുട്ടികൾക്ക് ഒരു കൈത്തൊഴിലും ചെറിയൊരു വരുമാന മാർഗവും കൂടിയാണ്. വീടുകൾ മനോഹരമാക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി അലങ്കാര വസ്തുക്കൾ, പൂക്കൾ, വളകൾ, മാലകൾ, സോപ്പ്, വിവിധതരം സോപ്പ് ഉൽപ്പന്നങ്ങൾ, ലിക്വിഡുകൾ, മെഴുകുതിരികൾ, അച്ചാറുകൾ, മസാലക്കൂട്ടുകൾ, ചെറുകടികൾ, ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള നിരവധി ഉൽപ്പന്നങ്ങളാണ് ഇവർ പ്രദർശനത്തിനായും വിൽപ്പനയ്ക്കായും വെച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ ഈ സ്റ്റാൾ സന്ദർശിക്കുകയും സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. സ്റ്റാളിൻ്റെ ഉദ്ഘാടനം സെന്റ് ജോസഫ് ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ റോജൻ വട്ടോളി നിർവഹിച്ചു. അതിഥികളെ, സ്നേഹമുള്ളവരെ, LBS കളമശ്ശേരിയുടെ നേതൃത്വത്തിൽ ഇവിടെ പഠിച്ചു വന്ന കുട്ടികൾ വളരെ ക്രിയാത്മകമായിട്ട് ഒത്തിരി കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഉൽപ്പന്നങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. വളരെ ക്രിയേറ്റീവായിട്ടും ഒത്തിരി കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു സംരംഭം ഇത് വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം കൊടുത്ത ഒത്തിരി പേരുണ്ട്. ഇതിൽ നമ്മുടെ മാമുണ്ട്, കുഞ്ഞുമോചേട്ടനുണ്ട്, നമ്മുടെ അധ്യാപകരുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുണ്ട്. അവരുടെ കഠിനാധ്വാനമാണ് ഇതിന്റെ ഈ സംരംഭത്തിന്റെ പിന്നിലൊരു പിൻബലം. ഇതിനു വേണ്ടി ഇത് വിജയിക്കാൻ എല്ലാവരുടെ ഒരു സഹകരണത്തോടു കൂടെ ഇത് നന്നായിട്ട് മുന്നോട്ട് നീങ്ങാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരെയാണ് ഇത് ഔദ്യോഗികമായിട്ട് ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നത്. ചടങ്ങിൽ കോർഡിനേറ്ററും മുൻ കൗൺസിലറുമായ ATC കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശന വിൽപ്പനയും കളമശ്ശേരി HMT ജംഗ്ഷനിൽ നടത്തുകയാണ്. ഈ ഉദ്യമത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യുവാനും ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാനും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും ഈ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിശീലനം നൽകി മികവേറിയ വൈവിധ്യമാർന്ന ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള തിരക്കിലാണ് വിദ്യാർത്ഥികളും പരിശീലക ത്രേസ്യ ജോയിയും സഹപ്രവർത്തകരും. ഡിസംബർ 5-ന് ആരംഭിച്ച സ്റ്റാൾ 7-ാം തീയതിയായ ശനിയാഴ്ച വരെയുണ്ട്. ഇത്തരത്തിൽ ആദ്യമായി HMT കവലയിൽ സ്റ്റാൾ ഒരുക്കാൻ സഹായിച്ച കോർഡിനേറ്ററും മുൻ കൗൺസിലറുമായ ATC കുഞ്ഞുമോനോട് ഒരുപാട് നന്ദിയുണ്ടെന്നും വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൂടുതൽ സ്ഥലങ്ങളിൽ സ്റ്റാളുകൾ ഇടാൻ ഇവർ തയ്യാറാണെന്നും അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. LBS ഡയറക്ടർ മഞ്ജു G മേനോൻ, പരിശീലക ത്രേസ്യ ജോയ് കുരീക്കൽ എന്നിവർ സംസാരിച്ചു. നമ്മൾ ഓരോരുത്തരുടെയും പിന്തുണയാണ് ഭിന്നശേഷിക്കാരായ ഈ വിദ്യാർത്ഥികൾക്ക് സന്തോഷവും പ്രോത്സാഹനവും നൽകുന്നതും കൂടുതൽ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള പ്രചോദനവുമാകുന്നത്. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.